ഗ്രിൽ ചിക്കനും ഫിഷും ഒക്കെ റെഡി ആവണ കാണുമ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊരു മാർക്കറ്റാണ്. ദുബായ് അൽക്കൂസിലുള്ള ബംഗാളി മാർക്കറ്റ്. ഇവിടെ എന്തും കിട്ടും. ഫുഡ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം തന്നെ കിട്ടും. ഇവിടെ വന്ന സത്യത്തിൽ ഒരു ഉത്സവത്തിന് വന്ന ഫീലാണ് കേട്ടോ. പറയുന്നത് ബംഗാളി മാർക്കറ്റ് എന്നാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഇത് സായിപ്പന്മാരെ പോലെ വെല്ലും. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ സ്ഥലം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ടൊരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ വന്നതാ ആ കാണുന്ന പുല്ലിൽ വന്നിരുന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അവധി ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ മണ്ണിട്ട താഴത്തെ തിരക്കാണ്. അത്രമാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കാണുന്നൊരു സലൂണാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് ലൈവ് ടൈലറിങ്ങാണ്. നമുക്ക് അപ്പം ചെന്ന് തയ്പ്പിച്ചുകൊണ്ട് പോരാ സാധനങ്ങളൊക്കെ. അൽക്കൂസ് 4 പുതുതായിട്ട് താമസിക്കാൻ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയാലോ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽക്കൂസിലുള്ള ഗ്രാൻഡ് സിറ്റി മാളിൻ്റെ മുമ്പിൽ വരാം. അതിൻ്റെ സൈഡിലായിട്ടൊരു ബസ് സ്റ്റോപ്പുണ്ട്. ജസ്റ്റ് അവിടെ പോയി നിന്നാൽ മതി. അവിടെ നിന്ന് ആളുകൾ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെയാണ് പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ആ മാളിൻ്റെ അടുത്ത് ചെന്നിട്ട് ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് പോകുന്നത്. ആരും പറഞ്ഞു തരും കേട്ടോ അങ്ങോട്ടുള്ള വഴി. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുള്ളൊരു നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കയറി കേട്ടോ. അറിയാലോ അല്ലേ, അജ്മൽ സ്റ്റോറി ബുക്ക്.